അയ്യക്കൂന യൂശിക്കു ആവും യൂശിക്കു അടുത്താവും അയ്യക്കൂന ആവൽ ഖൈറു മാലിൽ മുസ്ലിം, മുസ്ലിമിന്റെ സമ്പത്ത് ആവൽ വനമൻ ആടുകളാവൽ, ആടാവുക യത്ബഉ ബിഹ ആടുമായി അവന് അനുഗമിക്കും. ഷാഫൽ ജിബാൽ പർവ്വതങ്ങളുടെ ശിഖരത്തിൽ, ഷാഫൽ ജിബാൽ പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ, മവാഖിൽ ഖത്തർ മഴത്തുള്ളി വീഴുന്ന സ്ഥലത്തും. എന്തിനാ അവനിങ്ങനെ ചെയ്യുന്നത്? യഫിറു ബിദീനിഹി അവന്റെ ദീനോണ്ട് ഓടുകയാണ്. മിനൽ ഫിത്തനി കാലം ഫിത്തനയാകുമ്പോൾ ആ ഫിത്തനയില്ല. ഇവിടെ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് ആടിനെ പറഞ്ഞു, മഴ പെയ്യുന്ന പർവ്വതത്തെയും പറഞ്ഞു. എന്തിനാണത്? ഒരു പറ്റം മൃഗങ്ങളുമായി ഫിത്തനയിൽ നിന്ന് ഏകാന്ത തേടി ഒളിച്ചോടുകയാണെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ? അതിന് ആടുകളുണ്ടെങ്കിൽ പാല് കറന്ന് ജീവിക്കുക. അതിനാണ് ആടുകളെ പറഞ്ഞത്. എന്താ ആടുകളെ പറയാൻ കാരണം? മനുഷ്യനോട് ഏറ്റവും ഇണക്കുള്ള സൈലന്റ് ആയ മൃഗങ്ങൾ ആടുകളാണ്. അത്ര മറ്റുള്ള മൃഗങ്ങളെ അടുപ്പിച്ച് നമ്മളോട് അനുസരണമുള്ള, ശബ്ദം ഉണ്ടാക്കാത്ത, പറഞ്ഞൊക്കെ കേൾക്കുന്ന മൃഗങ്ങൾ വേറെ ഇല്ല. അതുകൊണ്ടാണ് എളുപ്പത്തിൽ ആടുകൾ എന്ന് പറഞ്ഞത്. പിന്നെ പർവ്വതത്തിന്റെ ശിഖരങ്ങളിൽ പോയാലും മഴ പെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയാൻ കാരണം ആടുകൾ ഏറ്റവും ആടുകൾക്ക് പുല്ലാണെങ്കിൽ മഴയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇതെന്താ ആടുകളുമായി മലമുകളിൽ കയറുകയാണ് നല്ലതെന്ന് പറയാൻ കാരണം? നാട് മുഴുവനാണ്ട് ഫിത്തനായിരുന്നുണ്ട്. ആ ഫിത്തനയിൽ പ്രധാനപ്പെട്ടത് മുസ്ലിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം. അങ്ങോട്ട് പറയാം, അങ്ങോട്ട് പറയാം, അവിടെ സ്റ്റേജ്, ഇവിടെ സ്റ്റേജ്, അവിടെ രണ്ടെണ്ണം, ഇവിടെ മൂന്നെണ്ണം, അവിടെ തെറി, ഇവിടെ തെറി, അവിടെ സഭ്യമില്ലാത്ത സംസാരം, ഇവിടെ മോശപ്പെട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈമാൻ കൽബിലുള്ള ആൾക്കാർ നാടും ഇവിടെ ശരിയാവില്ല. അള്ളാഹിനെ പേടിയുള്ള പള്ളി ജീവനക്കാർ പഠിച്ച അള്ളാഹിനെ പേടിയുള്ള ഖത്തീബ് മുദരിസ് ആണെങ്കിൽ അതും തന്നെയാണ്. മൂപ്പര് പറഞ്ഞൊന്നും നാട്ടുകാർ കേൾക്കണില്ലേ, മെല്ലാണ് മുമ്പും അക്കതിയിൽപ്പെട്ട. ചിലപ്പോ ഞമ്മക്ക് മലമുകളിൽ പോയിരിക്കാൻ പറ്റൂല, നമുക്ക് സ്ഥലം മാറേണ്ടി വരും. ഇന്നിപ്പോ എവിടെ സ്ഥലം മാറിയാലും അവിടെ അങ്ങനെ തന്നെ ആയിക്കാരം. അപ്പൊ പിന്നെ ഏറ്റവും നല്ല മലന്റെ മേലെ പോയിരിക്കലേ. സഹിഹ് മഹാനായ മുഹമ്മദ് മസ്ലമ റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ പ്രമുഖനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു വാള് കൊടുത്തിരുന്നു. അത് കൊടുക്കും പറഞ്ഞു, ഉമ്മത്തിന്റെ ഇടയിൽ ഭിന്നിപ്പെണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. സഹാബാക്കളുടെ അഭിപ്രായ വ്യത്യാസമായി. അവർ പരിയിരുന്ന് കരഞ്ഞു. അവരെ കൊണ്ട് തീർക്കാൻ കഴിയില്ല ഉറപ്പായി. ഈ വാളേറ്റ് മലമുകളിൽ പോയി വാളം കണ്ട് പൊട്ടിച്ചു, കെടുന്നാണ്ട് കരയാൻ തുടങ്ങി. അൽ ഫിറാറു മിനൽ ഫിത്തൻ. നമ്മളെ കൊണ്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മെല്ലെ മുങ്ങുക. അതാണ്. നേരെ മറിച്ച് നമ്മൾ നിന്നിട്ട് സമുദായത്തിനിടയിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ കഴിയുമെങ്കിൽ നാട്ടുകാരിടയിൽ അവരെ ഇടയിൽ കൂടിക്കലർന്നിട്ട് ജീവിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ജമാഅത്ത് കിട്ടും, പള്ളിയിൽ ഇത്തിക്കാഫ് കിട്ടും, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റും. മലമുകളിൽ പോയിരുന്ന അതൊന്നും കിട്ടൂലല്ലോ. പക്ഷേ നമ്മളെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല, നമ്മളും ഫിത്തനയിൽ പെടുകയാണ്. എന്നാ പിന്നെ എല്ലാ സ്വത്തും സാധനം എടുത്തിട്ട് മെല്ലെ മുങ്ങുക. അതിന് ഉഴ്സലത്ത് എന്ന് പറയാം അറബിയിൽ. ഏകാന്തത. ഏകാന്തത ആർക്കാണ് പറ്റുക? ഇപ്പൊ ദീനീയ കാര്യങ്ങൾ ഫിഖ് അനുസരിച്ച് അറിയുന്ന ആള് പറഞ്ഞിട്ട് ആ നാട്ടുകാർ കേൾക്കണില്ല. കുറെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് എടുക്കുകയാണ്, അങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് ചാടുകയാണെങ്കിൽ എല്ലാം. ബുഖാരി ഇമാമിന്റെ ഹദീസാണ്. നേരെ മറിച്ച് ചില ആളുകൾ ഉണ്ടാവും, അവർക്കത് തിരുത്താനും പറയാനും കൊള്ളിക്കാനൊക്കെ കഴിയും, എന്നാൽ മുങ്ങാൻ പാടില്ല. അവരിടയിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ തിരുത്തി പോകും. അങ്ങനെയാണ്. ഇനി ഇതേപോലെ ഇത് കല്യാണത്തിന്റെ ദിവസമൊക്കെ എടുക്കാം, നമുക്ക് കാലുചിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കല്യാണത്തിന് ആർഭാടും ചണ്ടയും മുട്ടും മതളും എലിക്കളിയും പുൽക്കളിയും കോൽക്കളിയും ഒരു കഥ. നമ്മൾ ക്ഷണിച്ച് ഗേറ്റിന് അവിടെ പോയി നോക്കുമ്പോ ആകെ പ്രശ്നമാണ്. ഗേറ്റിന് അവിടെ പോയി നോക്കുമ്പോ ഗാനമേള, ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചോപ്പിച്ച് ആൺകുട്ടികൾ ആകർഷിപ്പിച്ചിട്ട് തെറിപ്പാട്ട് പാടുകയാണ്. ഉത്താട്ടാണ്, പോകാൻ പാടില്ല. നമ്മളവിടെ പോയിട്ട് ആ ഹറാമ് നീങ്ങുകയാണെങ്കിൽ പോണം. നമ്മളവിടെ പോയിട്ട് ഹറാമ് നീങ്ങൂല, നമ്മളും അതിൽ ഇരിക്കുകയാണെങ്കിൽ പോകാൻ പാടില്ല. ഹറാമാണ്, പോകാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാനൊരു കല്യാണത്തിനും പങ്കെടുക്കാത്ത എന്താണ്? ബിരിയാണിന്റെ ശത്രുവൊന്നുമില്ല. നേരത്തെ പോകാതിരുന്ന പിന്നെ പ്രശ്നമില്ല. ഞാൻ എന്റെ കുടുംബത്തിലും കല്യാണത്തിന് പങ്കെടുക്കില്ല. ഇവിടെ നിന്നല്ല, എന്റെ കുടുംബത്തിൽ കല്യാണത്തിന് പങ്കെടുക്കില്ല.
എല്ലാരും കുഴപ്പക്കാരാണ് മോശമാണെന്നല്ല, പോയാൽ നമുക്ക് പറ്റും, അതുകൊണ്ട് പറ്റി കിട്ടൂല. നമ്മൾ പറഞ്ഞാലോ കൂടി എല്ലാം കൂടി തിരിച്ചു പോലും അതുമില്ല. അഭിനയത്തെ പോകേണ്ടിരുന്ന പ്രശ്നമില്ല. എന്താണെന്നൊക്കെ പോയിരുന്ന കുത്തരങ്ങേറങ്ങൾ. മുൽഖത്താബൊക്കെ ഒരു 2 മണിക്കൂർ അള്ളാഹു തആല ഒന്ന് പുറത്തു പോയി വരാനുള്ള സമയം കൊടുത്താൽ ഒക്കത്തിനും തല പോലെ ബിരിയാണി കഴിക്കാൻ പറ്റും. ആയാതി പരിപാടിയിലെ കല്യാണത്തിനൊക്കെ നടക്കണം. ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ട് എന്നല്ല പറഞ്ഞു, ഇവിടെയൊക്കെ അൽഹംദുലില്ലാ പരമാവധി കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അല്ല അങ്ങനെ തന്നെ അല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ മനസ്സിലാക്കണതാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ കൊണ്ട് പോയാൽ ഇപ്പൊ അടുത്ത് വലിയൊരു മലയാളി കല്യാണത്തിന് നിൽക്കാൻ, മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട മലയാളി, ഇന്ന ആളാണ് നിക്കാതെ ആയിക്കോട്ടെ, വലിയ നേതാവാണ്, ഇന്നാണ് പ്രസംഗം. അയാള് അതിന് വിളിക്കാനായിട്ട് വന്നതാണ്. നിങ്ങളെല്ലാ സൗകര്യം ചെയ്തു തരാം, നിങ്ങൾ വരണം, നമ്മൾ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു നിബന്ധന അവരോട് പറഞ്ഞു, ഞാൻ വരാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞടിച്ചാൽ, പക്ഷെ 2 നിബന്ധന ഉണ്ട്. എന്താ വെച്ചാൽ തലേന്ന് ഗാനമേള ഉണ്ടോന്ന് വെച്ചു. അപ്പൊ തല അറിയാം, അല്ല നിങ്ങളുള്ള സാഹസിലുണ്ടാവില്ല, നമ്മളുള്ള സാഹസിൽ ഗാനമേളമാണ്. തലേന്ന് ഗാനമേളയും ആഡംബരവും ദൂർത്തും ദുർവ്യയവും ചാടിക്കളിയും തമ്മാടിത്തലുള്ള സാഹസിൽ പിന്നീട് പോയിട്ട് നിക്കാടുത്ത ഞാനാരാ? ഞാൻ വരില്ലാറിഞ്ഞു ഇറങ്ങിപ്പോയി ചെയ്തു. എന്താ ചെയ്യാ? പിണങ്ങാന്നല്ല, എന്താ ചെയ്യാ? ദീനിന്റെ വിഷയത്തിൽ പണക്കുണ്ടല്ലോ. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. ലോകാകം മാറി. നമ്മൾ കരുതിയായിരുന്നല്ല, കയ്യിന്ന് പോയിക്കണ്, സംഗതിയൊക്കെ കയ്യിന്ന് പോയിക്കണം. ഒന്നോട്ട് പറയാനും വയ്യ. എന്നാ പറയാതിരിക്കാൻ നമ്മളെ പോലത്തെ വഴിയില്ല. ഒരു കല്യാണപ്പേരി പോയിരിക്കാൻ വയ്യ, ഒരു അങ്ങാടി പോയിരിക്കാൻ വയ്യ, ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ വയ്യ. ഈ കിറു എന്ന് പറഞ്ഞ് ആവശ്യമുള്ളോ ഇല്ലാത്തതൊക്കെ തള്ളി 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 തൊള്ളാന്ന് പറഞ്ഞാൽ തോന്നിയതൊക്കെ തള്ളാനുള്ള ഒരു മട. അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് ഈ ഹദീസ് പ്രസക്തമാണത്. യൂശിക്കു അൻ യകൂന ഖൈറു മാലിൽ മുസ്ലിം ഗനമൻ യത്ബഉ ബിഹാ ശഅഫൽ ജിബാൽ. മുഅ്മിനീങ്ങളുടെ സമ്പത്ത് ആടുകളാവൽ ഏറ്റവും ഖൈറായ കാലമാകുമേ. ഫിത്നയിൽ നിന്ന് ആടുകളുമായി മലമുകളിലേക്ക് അവന് രക്ഷപ്പെടുന്ന കാലം വരാനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ഏകദേശമൊക്കെ നമ്മൾ നിൽക്കുന്ന കാലമൊക്കെ അതിനോട് പറ്റിയ കാലം തന്നെയാണ്. എവിടെ നിന്ന് ഫിത്ന ഇല്ലാത്തത്? സോഷ്യൽ മീഡിയ ഞാൻ ഒറ്റക്ക് റൂം അടച്ചിട്ട് സോഷ്യൽ മീഡിയ കയറാൻ പറ്റുമോ? കുഫർ വരെ. ഒരു സ്ഥലത്ത് ഇറങ്ങാതെ വാപ്പാന്റെ അമ്മാന്റെ ചിട്ടയിൽ പൊരയിൽ നിന്നിട്ട് കാഫിര്യങ്ങളെ ആൾക്കാരെ മലപ്പുറം ജില്ലയിൽ നിൽക്കറിയാം. പുറത്തേക്ക് വിട്ടാലെ കുട്ടി കേടരുന്ന് വിചാരിച്ചിട്ട് പരിയെ പിടിച്ചിട്ടു. കുട്ടി പരി തന്നെയാണ്. വാപ്പ പറഞ്ഞ് ഇഞ്ഞൊരിക്കലും കേടൂരില്ല, എന്റെ അണ്ടറിലാണ്. പക്ഷെ ഓ മുർത്തതായി. കാരണം എന്താ? ഇതിമൊക്കെ അറിയാൻ മതി. ഈ സാധനം വല്ലാതെ ഉപയോഗിച്ചാൽ നിയന്ത്രണം അല്ലെങ്കിൽ കാഫറായി പോകുന്ന കാര്യം. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. മുഹമ്മദ് മുസ്തഫ. മലപ്പുറം ജില്ലയിൽ രാത്രി എണീറ്റിട്ട് 10 റക്അത്ത് നിതാന്തമായി നിസ്കരിക്കുന്ന മുത്തഖിയായ ഒരു ആജിലുണ്ട്. അയാളെ മോനെ കൊണ്ടുപോയി ചേർത്തത് യുക്തിവാദികൾ ടീച്ചേഴ്സായ കോളേജിലാണ്. യുക്തിവാദികൾ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഞങ്ങളെപ്പോലത്തെ ആളുകൾ പറഞ്ഞു കൊണ്ടുപോയി ചേർക്കേണ്ട ആചാര്യ, അവിടെ പഠിപ്പിക്കുന്ന സാറുമാർ യുക്തിവാദികളാണ്. എന്റെ കുട്ടി കേടരുത്, ഞാൻ അവനെ അങ്ങനെ വളർത്തിയ. ഈ കുട്ടീനെ കൊണ്ടുപോയി ചേർത്തു. ഈ കുട്ടി പിറ്റത്തെ മാസം വന്ന വാപ്പാനോട് പറഞ്ഞു, അവിടെ ആകെ പ്രശ്നമാണ് വാപ്പ, നിസ്കരിക്കാനും പറ്റില്ല, നിസ്കരിക്കുമ്പോൾ കളിയാക്കണം. ഞാൻ കോണിക്കൂട്ടിൽ പേപ്പർ ഇട്ടിട്ടാണ് നിസ്കരിക്കുക. ഈമാന്. ഇപ്പൊ ആ കുട്ടിക്ക് മറുപടി കൊടുക്കാൻ ഞാൻ പോയിരുന്നു. കാരണം മുർത്തദായിട്ട് റസൂലുള്ളാഹിനെ പച്ചക്ക് കളിയാക്കണം. 3 മാസം കൊണ്ടാണ് മുർത്തദായത്. 3 മാസം. ആ കുട്ടിക്ക് മറുപടി പറയാൻ എന്നെ കൊണ്ടുപോയി. യൂട്യൂബിലുണ്ട് പ്രസംഗം. മൊത്തം റസൂലുള്ളാഹിനെ പരിഹസിക്കും. പോയോടനെ കോണിക്കൂട്ടിൽ പേപ്പർ ഇട്ട് നിസ്കരിച്ചിരുന്ന കുട്ടി 60 ദിവസത്തിനുള്ളിൽ പച്ചക്ക് ദീനെ പരിഹസിക്കുന്ന കാഫിറായി മാറി. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. ആ കാലാണത്.
അതുകൊണ്ട് കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളി. പഠിപ്പിക്കണ്ടെന്നല്ല, പക്ഷെ നല്ലോണം ശ്രദ്ധിക്കും. അവർ പിന്നാലെ തന്നെ നമുക്കൊരു കണ്ടുണ്ട്. ഇവിടെ തന്നെ ഒരു വളരെ പ്രിയപ്പെട്ട സ്നേഹനിധി ഒരു ആചാര്യനോട് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ് ഞാനെന്ന്. അതൊരു ഈമാനാണ്. ഇന്ന് ആ നിലയിൽ കുട്ടികളെ അന്വേഷിച്ച് പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കയറ് പൊട്ടിച്ചു പോകും. കാരണം ഒരു സ്നേഹിതനും വേണ്ട ഏറ്റവും വലിയ സുഹൃത്ത് മൊബൈലാണ്. ഏറ്റവും വലിയ സുഹൃത്ത് മൊബൈലാണ്. മൊബൈലിനേക്കാളും വലിയ കൂട്ടാളി ഒന്നുണ്ടോ? മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടോ? പാപ്പാന് ആവശ്യമില്ല, അമ്മാൻ ആവശ്യമില്ല, കുട്ടികളെ ആവശ്യമില്ല. ഒരേറ്റവും സന്തോഷം ഏകാന്തതയാണ്. കാരണം എന്താ? ഉസലത്ത് ഇന്ന് കുട്ടികൾക്ക് തന്നെയാണ് ഏകാന്തതയാണ്. പക്ഷെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. ഇതിലൂടെയുള്ള തോന്നിയാസം മുഴുവനും പഠിക്കണം. ഇന്ന് ഓൺലൈൻ വ്യഭിചാരത്തിന്റെ കാലമല്ലേ? ഓൺലൈൻ വ്യഭിചാരത്തിന്റെ കാലം. പെണ്ണ് റൂമിൽ വേണ്ട, പെണ്ണ് അമേരിക്കയിൽ മതി. പക്ഷെ നിങ്ങളെ കുട്ടി റൂമിൽ രാത്രി വ്യഭിചരിക്കുകയാണ്. അവൾ അവിടെ, ഇവനിവിടെ. റേഞ്ച് ഉണ്ടായാൽ മതി. റേഞ്ച് ഉണ്ടെങ്കിൽ ഓൺലൈനിൽ വ്യഭിചാരം തകൃതിയിൽ നടക്കുന്ന കാലമാണ്. ഇതിനേക്കാൾ വലിയ ഫിത്ന ഉണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഹദീസ് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യങ്ങൾ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് ജീവിതം നിയന്ത്രിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾ വന്നതും പറഞ്ഞതും കേൾക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. തണുപ്പ് സമയത്ത് ദൂരെന്നും അടുത്തുനിന്നുമായി നിന്റെ ഹബീബിന്റെ രാജവചനങ്ങൾ സ്വഹീഹ് ബുഖാരി കേൾക്കാൻ ഓടി വരുന്ന, വണ്ടിയുമായി നടന്നും കുരച്ചും തളർന്നും കിതച്ചും തണുപ്പ് സഹിച്ചും കോട്ടിട്ടും മൂടിപ്പോച്ചും അല്ലാതെയൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ, ഞങ്ങൾ ആരും നീ ഹായ്ബീങ്ങളാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നീ ഹായ്ബീങ്ങളാക്കല്ല അല്ലാഹ്. തണുപ്പ് സഹിച്ചു വരുന്ന ഞങ്ങളെ നാളത്തെ തീച്ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ചിരിച്ചു മരിക്കാൻ ഇത് കാരണമാക്കി തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പെടുന്നതിനെങ്ങാനും ഞങ്ങൾക്ക് മരണം നീ ഖളാ ചെയ്തെങ്കിൽ അത് ഒഴിവാക്കി തരണേ അല്ലാഹ്. നീ ഒഴിവാക്കി തരണേ അല്ലാഹ്. ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ല അല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. മോശപ്പെട്ടവരായി മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ സാസിൽ പങ്കെടുത്തവരും ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെയും ദുനിയാവിലും ആഖിറത്തിലും തളർത്തല്ലേ അല്ലാഹ്, തകർക്കല്ലേ അല്ലാഹ്, മാനം കെടുത്തല്ലേ അല്ലാഹ്, നാണം കെടുത്തല്ലേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്, ശേഷി നൽകണേ അല്ലാഹ്, ശേമുഷി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഉന്മേഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന് വേണ്ടിയുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാഹ്. അത് മുഴുവനും ദഅവത്തിനും ഖിദ്മത്തിനും ചെലവഴിക്കാൻ തൗഫീഖ് താ തമ്പുരാനെ. ഞങ്ങളിലോ തലമുറകളിലോ നീ എക്സ് മുസ്ലിമീങ്ങളെ ഉണ്ടാക്കല്ല അല്ലാഹ്. ഫിത്നക്കാരെ ഉണ്ടാക്കല്ല അല്ലാഹ്. തമ്മാടികളെ ഉണ്ടാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളവർ, ഈ നാട്ടിൽ കിടക്കുന്നവർ എല്ലാവർക്കും ഖബറുകൾ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇന്നലെ അവിടെ ചായയും ചീനിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ആളെ അറിയാത്തതുകൊണ്ട് ദ്വാരുന്നിട്ടില്ല. എന്നും ആളെ അറിയിക്കണില്ല. അദ്ദേഹം അങ്ങനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പേരെന്താ? നിങ്ങളുടെ പേര് ഞാൻ മറന്നല്ല. ലത്തീഫിന്റെ വകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ രോഗമായിട്ട് കിടക്കുകയാണ്. ചെറിയൊരു രോഗപ്രായത്തിന് അള്ളാഹു തആല ശിഫായി കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. അവരെ മുറാദുകളൊക്കെ അള്ളാഹു തആല ഹാസിലായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല ഇന്നലെ ഉമ്മാനെ കുറിച്ച് ഞാൻ അങ്ങനെ കേൾക്കല്ലേ. മിന്നാന്ന് വാലിനിങ്ങനെ പോകുമ്പോൾ എനിക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി ആ നാട്ടിലെ മുദരിസിന്റെ വണ്ടി കയറിയാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ അയാൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മ
അമ്മ ആയിക്കോട്ടെ ഞാൻ നിങ്ങൾ ഫോൺ കട്ടാക്കി എന്നറിഞ്ഞ പെട്ടെന്നൊക്കെ മനസ്സിലായില്ല. പിന്നെയും പറഞ്ഞാൽ ഞാനല്ലേ നിങ്ങളോട് ഫോൺ കട്ടാക്കാൻ പറഞ്ഞു, വിളവാൻ കട്ടാക്കി. എന്നോട് വെച്ച് എന്ത് സ്ഥലമെന്ന് വെച്ച് നിങ്ങൾ ആ അമ്മ എന്ന് പറഞ്ഞപ്പോ എനിക്ക് നിപ്പിട്ടില്ല, ഞാൻ എനിക്ക് ഉമ്മല്ല, അതുകൊണ്ടാണ്. അപ്പൊ അവരമ്മാനെ കുറിച്ച് ഇന്നലെ കേട്ടപ്പോ കൂടുതൽ ഞാൻ ചോദിച്ചില്ല, നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഏതായാലും ജീവിച്ചിരിക്കുന്നമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മള് സൈതാൻകുട്ടി ചോദിച്ചു, ഇത്തിരി മാരക രോഗമാണ്, നല്ല പണ്ഡിതനാണ്, ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അള്ളാഹു തആല സലാമത്തിന്റെ ബാബ് ഓർമ്മ കൊടുക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة